ഇന്ത്യൻ എയർഫോഴ്സ് മേധാവി എയർ ചീഫ് മാർഷൽ RKS ബദൗരിയ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഗാൽവാൻ മേഖലയിലെ ആദ്യ ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യ ഈ മേഖലയിൽ വിന്യസിച്ച 4 യുദ്ധവിമാനങ്ങളോട് ഏറ്റുമുട്ടാനായി ചൈനയ്ക്ക് J-20 യുദ്ധവിമാനങ്ങൾ വിന്യസിക്കേണ്ടി വന്നുവെന്നായിരുന്നു ബദൗരിയ വെളിപ്പെടുത്തിയത്. റഫേലിനേക്കാൾ മികച്ചതാണെന്ന് ചൈന അവകാശപ്പെടുന്ന ചൈനീസ് നിർമ്മിത J-20 യുദ്ധവിമാനങ്ങൾക്ക് യഥാർത്ഥത്തിൽ റഫേലിനെ നേരിടാനുള്ള ശേഷിയുണ്ടോ എന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയാവുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്നവർക്ക് വലിയൊരു പ്രഹരം നൽകിക്കൊണ്ടാണ് റഫേൽ യുദ്ധവിമാനം ഇന്ത്യയിലേക്ക് എത്തിയത്. 2020 ഫ്രഞ്ച് കമ്പനിയായ ദസോയിൽ നിന്ന് പ്രത്യേകം നിർമ്മിച്ച 5 റഫേൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് ഇന്ത്യയിലേക്ക് എത്തിയത്. 2024 എത്തുമ്പോൾ ഇന്ത്യയുടെ കൈവശം 36 റഫേൽ യുദ്ധവിമാനങ്ങളാണ് ഉള്ളത്. വ്യോമമാർഗമുള്ള ഏതൊരു ആക്രമണത്തിനു മുൻപ് ശത്രുക്കളൊന്ന് ചിന്തിക്കുന്നതും അതുകൊണ്ട് തന്നെ. ഇന്ത്യയുടെ കൈവശമുള്ള റഫേലിനോട് ഏറ്റുമുട്ടാനായി ചൈനയുടെ കയ്യിലുള്ളത് ചൈനയുടെ തന്നെ സ്വന്തം ഉത്പന്നമായ ചെങ്ഡു J-20 യുദ്ധവിമാനങ്ങളാണ്. റഫേലിനെ തോൽപ്പിക്കാൻ കഴിയുന്ന 5ാം തലമുറ യുദ്ധവിമാനങ്ങളാണെന്ന് ചൈന പലപ്പോഴും വീരവാദം മുഴക്കുന്നുണ്ടെങ്കിലും പല പരീക്ഷണങ്ങളിലും 4.5 തലമുറയിൽപ്പെട്ട റഫേലിനോട് J-20 കീഴടങ്ങിയിട്ടുണ്ട്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകൾ അനുസരിച്ച് ചെങ്ഡു J-20ക്ക് 4ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കരുത്ത് മാത്രമേ ഇതുവരെ കാണിക്കാൻ സാധിച്ചിട്ടുള്ളൂ. സ്റ്റെൽത്ത് മാനദണ്ഡങ്ങൾ അനുസരിച്ച് J-20 യുദ്ധവിമാനങ്ങളെ 4ാം തലമുറയായി തരം താഴ്ത്തണമെന്ന് പോലും പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന എന്ന അപഖ്യാതി ആദ്യമേ തന്നെ പിടികൂടപ്പെട്ട J-20 വിമാനങ്ങൾ വാങ്ങാൻ ചൈനയുടെ ഉറ്റ സുഹൃത്തായ പാകിസ്ഥാൻ പോലും താൽപര്യം കാണിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇറാഖ്, ലിബിയ, മാലി, അഫ്ഗാനിസ്ഥാൻ, സിറിയ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള യുദ്ധവിമാനമാണ് റഫേൽ. എന്നാൽ J-20 ഇതുവരെ യുദ്ധം ചെയ്യാനോ ഏതെങ്കിലും ദൗത്യം നടത്താനോ ഉള്ള കഴിവ് പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള യുദ്ധപ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതിനാൽ ചൈന തങ്ങളുടെ യുദ്ധവിമാനത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ എത്രത്തോളം വാസ്തവമാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അന്താരാഷ്ട്ര വിപണിയിൽ J-20 യുദ്ധവിമാനങ്ങളൊന്നും തന്നെ വിൽപ്പന നടന്നിട്ടില്ല എന്നുള്ളതും ചൈനയുടെ അവകാശവാദങ്ങൾക്ക് നേരെ ഉയരുന്ന ചോദ്യമാണ്. ഈ സാഹചര്യത്തിലാണ് 36 റഫേൽ വിമാനങ്ങൾ കൈവശമുള്ള ഇന്ത്യ ചൈനയ്ക്ക് മുൻപിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്നത്.